നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക TB മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും അഭിഭാഷക. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധി അറിയാൻ നെഞ്ചിരിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണം സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക TB മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും വക്കാലത്ത് അവസാനിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അഭിഭാഷക മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇല്ല, അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല, നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം, അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കണ്ടംപ്റ്റ് കിടക്കുന്നുണ്ട്, ആ കണ്ടംപ്റ്റുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാദം പറയാം. അതല്ലാത്ത ഒരു ഇതിനും പറ്റില്ല. ഈ ആളുകളെല്ലാവരും പറഞ്ഞ എന്തറിയാമോ, അതിജീവിതയുടെ വക്കീൽ കേസ് നടത്തി തോറ്റു. ഞാൻ എവിടെ കേസ് നടത്തി തോറ്റിയത്? ഞാൻ കേസ് നടത്തി ജയിച്ച ആളാണ്. ഈ മെമ്മറി കാർഡിൽ രണ്ടാമത് എടുത്തുകൊണ്ട് ഇവിടെ വെച്ചു അല്ലേ, ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് ആ മെമ്മറി കാർഡ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം രാത്രിക്ക് രാത്രി മാറിയ ഹാഷ് വാല്യൂ മാറ്റി ഒറിജിനൽ മെമ്മറി കാർഡ് ഇവിടെ കൊണ്ടുവച്ചു. ഈ അക്യൂസിന്റെ വക്കീലന്മാരോട് എവിടെയാണ് CFSL പോയ റിപ്പോർട്ടിന്? CFSL അവർ റിപ്പോർട്ടിന് പോയില്ലേ മെമ്മറി കാർഡിന്റെ? അത് എവിടെയാ? കോടതി ഹാജരാക്കിയോ? എവിടെയെങ്കിലും ഹാജരാക്കിയോ? ഇല്ല. 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നീ സൈബർ കാണുന്നില്ലേ? 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് TB മിനിയാണ്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധി അറിയാൻ നെഞ്ചിടിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. പ്രേക്ഷകർക്കായി വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയ ഫലങ്ങൾ അറിയിക്കും. 2 ഘട്ടമായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 244 കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഉച്ചയോടെ എല്ലാ ഫലവും അറിയാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. എണ്ണി തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആദ്യ ഫലസൂചനകൾ അറിയാം. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ വിജയാഹ്ലാദത്തിനിടെ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. സുരക്ഷാ ക്രമീകരണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലകളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ: തിരുവനന്തപുരം 16, കൊല്ലം 16, പത്തനംതിട്ട 12, ആലപ്പുഴ 18, കോട്ടയം 17, ഇടുക്കി 10, എറണാകുളം 28, തൃശൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോട് 20, വയനാട് 7, കണ്ണൂർ 20, കാസർഗോഡ് 9, ആകെ 244. വോട്ടെണ്ണലിന്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റ് എണ്ണിത്തുടങ്ങും. തുടർന്ന് EVMലെ വോട്ടുകളും, കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയും തുടർന്ന് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെയും വോട്ട് വിവരം കിട്ടും. ഒരു വാർഡിലെ തപാൽ ബാലറ്റുകളും ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനം നടത്തും. വോട്ടെണ്ണലിന്റെ ഓരോ ക്രമീകരണത്തിലും മീഡിയ ടൈം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം പ്രേക്ഷകർക്കായി ഫലങ്ങൾ അറിയിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മീഡിയ ടൈം ഒരുക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 72.48% പോളിംഗ്. 27,36,817 വോട്ടർമാരിൽ 19,96,041 പേർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. 3,282 ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ജില്ലയിലാകെ 7,208 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. തൃശൂർ ജില്ലയിൽ നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ശരാശരി 70% മുകളിൽ പോളിംഗ് നടന്നു. ഗുരുവായൂർ നഗരസഭ 69.24% കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭ 77.41% മുന്നിലെത്തി. തൃശൂർ കോർപ്പറേഷനിൽ 62.45%, ജില്ലാ പഞ്ചായത്തിൽ 73.68% പോളിംഗ് നടന്നു.
2020 ജില്ലാ പഞ്ചായത്തിൽ 75.07% കോർപ്പറേഷനിൽ 63.79% പോളിംഗ് ശതമാന വിവരങ്ങൾ അന്തിമമല്ലെന്നും നേരിയ വ്യത്യാസത്തിന് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ 62.45, ജില്ലാ പഞ്ചായത്ത് 73.68, നഗരസഭ ചാലക്കുടി 71.18, ഇരിങ്ങാലക്കുട 71.69, കൊടുങ്ങല്ലൂർ 77.41, ചാവക്കാട് 73.29, ഗുരുവായൂർ 69.24, കുന്നംകുളം 73.58, വടക്കാഞ്ചേരി 74.07, ബ്ലോക്ക് പഞ്ചായത്തുകൾ മതിലകം 74.37, അന്തിക്കാട് 72.87, ചേർപ്പ് 75.81, കൊടകര 77.19, ചാവക്കാട് 69.25, വെള്ളാങ്കല്ലൂർ 73.09, മാള 71.89, ചാലക്കുടി 72.39, ഇരിങ്ങാലക്കുട 73.3, ചൊവ്വന്നൂർ 72.93, വടക്കാഞ്ചേരി 76.26, പഴയന്നൂർ 76.03, ഒല്ലൂക്കര 75.34, പുഴയ്ക്കൽ 74.38, മുല്ലശ്ശേരി 70.01, തളിക്കുളം 70.58. തൃശൂരിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 72.9% പോളിംഗ്. അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80.4% രേഖപ്പെടുത്തി. മീഡിയ ടൈം, തൃശൂർ. ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണക്കുകൂട്ടലുകളുമായി മുന്നണികൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മികച്ച പോളിംഗ് ശതമാനമാണ് ഇത്തവണയും ഉണ്ടായതെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇത്തവണ 77.41% പോളിംഗ് ഉണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റിനെ ബാലറ്റിലൂടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത ചരിത്രം സൃഷ്ടിച്ച മണ്ഡലത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ. 1979 പിറവി. അന്നു മുതൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ 22 സീറ്റുകൾ നേടിയാണ് LDF നഗരസഭാ ഭരണം നിലനിർത്തിയത്. UDF 1 സീറ്റ് മാത്രം നേടിയപ്പോൾ BJP 21 സീറ്റുകളിൽ വിജയിച്ചു. 2005 സ്വതന്ത്രനായി വിജയിച്ച CPM-കാരനായ PH അബ്ദുൾ റഷീദിന്റെ പിന്തുണയോടെ LDF ഭരണം നിലനിർത്തി. 2010 മേത്തല പഞ്ചായത്തിനെ നഗരസഭയോട് ചേർത്ത ആകെ 44 സീറ്റിൽ ഇടതുനില 27ലേക്ക് ഉയർന്നു. 11 നേടി കോൺഗ്രസും 6 സീറ്റോടെ BJPയും നില മെച്ചപ്പെടുത്തി. പിന്നീട് 2015 BJP 16 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്ഥാനവും പ്രതിപക്ഷ നേതൃത്വവും കൈയടക്കുന്നതാണ് കണ്ടത്. ഇതൊക്കെയാണെങ്കിലും 24 സീറ്റുമായി ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ LDFന് കഴിഞ്ഞു. 2020 LDF 22 സീറ്റും BJP 21 സീറ്റും UDF 1 സീറ്റുമായി. ഒറ്റ സീറ്റിന്റെ ബലത്തിൽ LDF ഭരണം നിലനിർത്തി. ഇത്തവണ കേന്ദ്ര കേരള സർക്കാരുകളിലെ വിവിധ പുരസ്കാരങ്ങളുടെ പിൻബലത്തിൽ വികസന തുടർച്ചയ്ക്കും സമാധാനത്തിനുമാണ് LDF വോട്ട് ചോദിച്ചത്. സമഗ്ര വികസന പത്രികയും അവർ പുറത്തിറക്കി. 46 അംഗ നഗരസഭയിൽ 26 മുതൽ 30 സീറ്റുകൾ വരെ നേടുമെന്നാണ് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇത്തവണയും ഭരണത്തിലെത്താൻ സാധിക്കുമെന്നും അവർ കരുതുന്നു. അതേസമയം വികസന മുരടിപ്പ് ആരോപിച്ചും വികസന രേഖ പ്രഖ്യാപിച്ചുമാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തുടർച്ചയായി ഭരിച്ച LDFന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചതായും അത് നേട്ടമുണ്ടാക്കുമെന്നും 46 അംഗ നഗരസഭയിൽ 28 സീറ്റുകൾ നേടുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. UDF 5 സീറ്റിൽ കൂടുതൽ പിടിക്കുമെന്നും നില മെച്ചപ്പെടുത്തുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാതെ നഗരം ആര് ഭരിക്കണമെന്ന ആശയം UDFനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നാണ് 3 മുന്നണികളുടെയും പ്രതീക്ഷ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് സ്ഥാനാർത്ഥികളും അവരുടെ പോളിംഗ് ഏജന്റുമാരും ഒന്നിച്ചുകൂടി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് കൗതുകമായി. തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരമുള്ളൂവെന്നും അത് കഴിഞ്ഞാൽ ശക്തിനഗറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ പറഞ്ഞു. കൊടകര പഞ്ചായത്തിലെ വാർഡ് 15 ശക്തിനഗറിലെ സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരാണ് വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് കേന്ദ്രമായ കൊടകര GLP സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയത്. വാർഡിലെ സ്ഥാനാർത്ഥികളായ ആനി വിൽസൺ, ബിജി ഡേവിസ്, സിമി വിക്രമൻ എന്നിവരും വിവിധ പാർട്ടികളിൽപ്പെട്ട ഇവരുടെ പോളിംഗ് ഏജന്റുമാരും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്ന ചേരിതിരിഞ്ഞ പോരാട്ടം മറന്ന് ഒത്തുകൂടിയത്. തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരമുള്ളൂവെന്നും അതുകഴിഞ്ഞാൽ
ശക്തിനഗറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ പറഞ്ഞു. ആര് ജയിക്കും ആര് തോൽക്കുന്നില്ല. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഈ വരുന്ന ശക്തിനഗർ ഉൾപ്പെടുന്ന ഈ വാർഡിൽ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് നമ്മുടെ രാഷ്ട്രീയം. അത് കഴിഞ്ഞ് നമ്മൾ ഒരേപോലെ ജീവിക്കുകയും അതേപോലെ തന്നെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സ്നേഹവും ബഹുമാനവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉച്ചവരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ചെറിയ വാക്ക് തർക്കം ഒന്നുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അത് ഇനിയുള്ള കാലങ്ങളിലും അത് ഉണ്ടാകണം. പുതിയ തലമുറയോട് നമുക്കത് പറയാനുള്ളൂ. മാതൃകാപരമായ ഈ സൗഹാർദ്ദം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വാക്ക് തർക്കം പോലുമില്ലാതെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, കൊടകര. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഷാജുവിന്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജുവിന്റെയും ജിജുവിന്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫീസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിന്റെ ടാപ്പ് തുറന്നു വിടുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് വീട്ടുകാർ വരന്തരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്നും ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള വടമ കാട്ടിക്കരക്കുന്നിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തീയിട്ട് നശിപ്പിച്ചതായി പരാതി. വടമ കാട്ടിക്കരക്കുന്ന് മച്ചിങ്ങൽ രാജിന്റെ മകൻ ജിതിൻ രാജിന്റെ 2-വീലറാണ് പ്രതികൾ കത്തിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വാഹനത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. തുടർന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ വടമ സ്വദേശികളായ മിഥുൻ, അഭിനവ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. രാത്രി ഞാനും വൈഫ് കൂടെ കിടക്കായിരുന്നു. അപ്പോൾ തീരെ വെട്ടം കണ്ടിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ വണ്ടി മറ്റേ സീറ്റ് ഇങ്ങനെ കത്തണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ വിരുദ്ധരാണ് വന്ന് കത്തിച്ച്. ഇലക്ഷൻ തിരക്കിനിടയിലും വേറിട്ട രക്ഷാപ്രവർത്തനം നടത്തി മാള പോലീസ്. പ്ലാസ്റ്റിക് കയർ ശരീരത്തിലും കഴുത്തിലും കുടുങ്ങി വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ കണ്ട പശുവിനെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കിടയിൽ മാള പോലീസ് രക്ഷപ്പെടുത്തിയത്. ISHO സജിൻ ശശി, GSCPO ദിദീഷ്, GSCPO ജിബിൻ, ഡ്രൈവർ ഡേവിസ് എന്നിവരാണ് പശുക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കൊടകരയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 17 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സഹിതം വോട്ടെടുപ്പ് ദിനത്തിൽ സ്ഥാനാർത്ഥി അറസ്റ്റിൽ. പറപ്പുകര പഞ്ചായത്ത് 8-ാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ നെല്ലായി പന്തലൂർ സ്വദേശി ചേതമംഗലത്ത് വീട്ടിൽ പോൾസൺ എന്നയാളെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ഡിസംബർ 11 ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 35 കുപ്പികളിലായി 17 ലിറ്ററോളം വിദേശ മദ്യം പിടികൂടിയത്. അജ്ഞാതനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി അഗസ്ത തിയേറ്ററിന് സമീപം റെയിൽവേ പുഴപ്പാലത്തിനടിയിലാണ് മൃതദേഹം കണ്ടത്. അയൽ സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കരയ്ക്കെത്തിച്ചത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി കുറ്റിച്ചെറിയിൽ സ്ത്രീശക്തി ഗ്രൂപ്പ് നിർമ്മാണം പൂർത്തീകരിച്ച യൂണിറ്റ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5-ന് സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്യാൺ സിൽസ് മാനേജർ ഭദ്രദീപം തെളിയിക്കും. ഫാദർ ലിജു പോൾ പറമ്പത്ത്, കേശവ ശർമ്മ മേൽശാന്തി, SNDP യൂണിയൻ സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. 14,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. മാളപ്പള്ളിപ്പുറം സെന്റ് ആനീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ മനാസെ 2025-ന് തുടക്കമായി. കോട്ടപ്പുറം രൂപത വികാർ ജനറൽ റോക്കി റോബി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ, സിസ്റ്റർ ഇമാക്കുലേറ്റ് CTC, ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ വിൽഫ്രഡ് പുതുവന, കൈക്കാരന്മാരായ ഡെന്നി ചക്കാലക്കൽ, LB തട്ടകത്ത്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി തോമസ് ചക്കാലക്കൽ, കേന്ദ്ര സമിതി സെക്രട്ടറി ജോസ് ചക്കാലക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 15-ന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവിട്ടിൽ സമാപന തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിക്ക് പിന്നാലെ തനിക്കെതിരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടക്കുന്നുവെന്ന് അതിജീവിതയുടെ അഭിഭാഷക TB മിനി. തനിക്ക് നേരെ വ്യക്തി അധിക്ഷേപവും നുണ പ്രചരിപ്പിക്കലും ഉണ്ടാകുന്നുവെന്നും അഭിഭാഷക. വീറും വാശിയും നിറഞ്ഞ പോരാട്ടം കഴിഞ്ഞു. ഇനി വിധി അറിയാൻ നെഞ്ചിരിപ്പോടെ കാത്തിരിപ്പ്. വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണം സജ്ജമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.